ഒരു ക്രാഫ്റ്റ് വർക്ക്, മനോഹരമായ ഒരു ക്രാഫ്റ്റ് വർക്ക് നമുക്കായി പരിചയപ്പെടുത്തുന്നു റീന മാർട്ടിൻ. നമുക്ക് തായ് ക്ലേ വെച്ചിട്ട് ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ ക്ലോത്ത് വെച്ചിട്ട് പേപ്പർ വെച്ചൊക്കെ ഒത്തിരി ഫ്ലവേഴ്സ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ക്ലേ എന്ന് പറഞ്ഞാൽ തായ് ക്ലേ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലേ ആണ്. അപ്പോൾ അതിന് സാധാരണ ക്ലേനേക്കാളും കുറച്ചും കൂടെ പ്രത്യേകതകളുണ്ട്. ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെറ്റൽസൊക്കെ ഫ്ലെക്സിബിളായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിന് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നൊരു ക്ലേ ആണത്. അപ്പോൾ അത് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തായ് ക്ലേ എടുത്തിട്ട്, ഇപ്പോൾ ഈ ക്ലേ നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പുകളിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് സാധാരണ നമ്മൾ ക്ലേ ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അതിന് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളിതിലേക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യും. ഓയിൽ പെയിൻറ്റാണ് സാധാരണയായിട്ട് മിക്സ് ചെയ്യുന്നതിനകത്ത്. ഓയിൽ പെയിൻറ്റ് ചെയ്താൽ മതി. പിന്നെ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് അത് ഡ്രൈ ആയിപ്പോവും. ഓയിൽ പെയിൻറ്റാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വാടാമല്ലിയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കളർ മജന്തയാണ് എടുത്തേക്കണത്. മജന്ത ഓയിൽ പെയിൻ്റാണത്. ആർട്ടിസ്റ്റ് കളറാണ്. നമുക്ക് സ്റ്റുഡൻസിൽ മജന്ത കളർ കിട്ടില്ല, അപ്പോൾ ആർട്ടിസ്റ്റ് തന്നെ എടുത്തിട്ട് ചെയ്യണം. പിന്നെ നമ്മൾക്കിത് കയ്യിൽ ഇത് സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വാസലിൻ കൈ തൂക്കുക. നമ്മുടെ കയ്യിലൊക്കെ ശകലം നന്നായിട്ട് തന്നെ പെയിൻ്റൊക്കെ ആവും. അത് പൊയ്ക്കോളും. വാഷ് ചെയ്താൽ മതി. സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും. നമ്മളിത് ആവശ്യത്തിന് കളർ മിക്സ് ചെയ്യുക. പക്ഷേ ആ വാടാമല്ലിയുടെ അത്ര ഡാർക്കായിട്ടുള്ള കളർ വേണ്ട, കുറച്ച് ലൈറ്റായിട്ട് എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നന്നായിട്ട് ഉരുട്ടി ഒരു ബോളാക്കുക. എന്നിട്ട് നമുക്ക് ആ ബോളിൻ്റെ ഉള്ളിലേക്ക്, ഇത് ഫ്ലോ മേക്കിംഗ് വയർ തന്നെയാണ്. ഇത് മീഡിയം സൈസ് മതി. തിക്കായിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്കത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കാനുള്ളതാണ്. അറ്റത്തൊന്ന് ചെറുതായിട്ട് ഞാൻ വളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിങ്ങനെ തന്നെ ഫിക്സ് ചെയ്താൽ മതി. അതിന് ഫിക്സ് ആയിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് അഴിച്ചിട്ട് നമുക്ക് ഫെവിറ്റൈറ്റ് വേണമെങ്കിൽ, ഇതാണ് ഫെവിറ്റൈറ്റ് ഗ്ലൂ. ഇപ്പോൾ ഇതിന് ആവശ്യമില്ല, നല്ലോണം ഫിക്സ് ആയിട്ടുണ്ട്. ഇതുമേ ഫിക്സ് ആയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഫെവിറ്റൈറ്റ് മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് മുക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് ഫിക്സ് ആയിക്കോളും. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതുപോലത്തെ സിസേഴ്സാണ്. ഇത് കട്ട് വർക്കിൻ്റെ സിസേഴ്സാണ്. അപ്പോൾ ഇത് തന്നെ വേണം. ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ട് കുറച്ച് ലെങ്ത്തിൽ ഇതെടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ തല കീഴായി പിടിക്കുക. തല കീഴായി പിടിച്ചിട്ട് കത്രി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ നോക്കിയിട്ട് അടുത്തത് കട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരേ ലൈനിൽ തന്നെ വരും. ഒരേ ലൈനിൽ വന്നാലും അത്രയും ഭംഗി വരില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ ആ ഗ്യാപ്പിൽ നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ നമുക്കതിന് ഫൈനൽ ടച്ച് പിന്നെയും ഗ്യാപ്പുള്ളടത്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പൊടിയായിട്ട് വരണം. പിന്നെ തായ്ക്കളെ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആവില്ല. പക്ഷെ എന്നാലും നമ്മൾ എയർ ടൈറ്റായിട്ട് വെക്കണം. തുറന്ന് കഴിഞ്ഞ് നമ്മൾ കളർ മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് കുറച്ച് ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിപ്പ് ലോക്ക് കവറിൽ വെച്ച് അതിനെ പിന്നെയും എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കണം. ഒരു 2 ദിവസം മാക്സിമം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്ത് ഫ്ലവേഴ്സ് എടുക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം അതിനെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ പിടിക്കരുത്. അതിനൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. കാരണം ഒന്നിങ്ങനെ താഴേക്കാണ് നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ. എന്നിട്ട് പിന്നെ നമ്മൾ മുകളിൽ പിടിക്കണം. കാരണം അവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തത് അങ്ങ് താഴോട്ട് അമിങ്ങി പോകും. അല്ലാണ്ട് മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അറ്റത്തോട്ട് എത്തി അവിടെയൊക്കെ അടുപ്പിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ, ഉണങ്ങാനൊരു അരമണിക്കൂറോളം മാറ്റി വെച്ചാൽ നല്ലതാണ്. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഉണങ്ങിയ ഒരു പീസ് ഇരിപ്പുണ്ട്. ഇതിൽ നമ്മൾ ഓയിൽ പെയിൻ്റ് എടുത്തിട്ട് ബ്രഷിലെടുത്തിട്ട് നന്നായിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു ലൈറ്റ് കളർ നമുക്ക് കാണുകയും ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് കിട്ടുകയും ചെയ്യും.
ഇപ്പോൾ നല്ലോണം ഡാർക്കായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇത് ഗ്ലോസി ഫിനിഷൊന്നുമല്ല, മാറ്റ് ഫിനിഷ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ഇതിന് കറക്റ്റ് കളറായി വേണ്ടത്. നമുക്ക് ലീഫ് ചെയ്യാനുണ്ട്, പിന്നെ അതിൻ്റെ സ്റ്റെമ്മും എടുക്കണം, കാലിക്സ് പിടിപ്പിക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഗ്രീനാണ് കളർ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗ്രീൻ ഞാൻ എടുത്തേക്കുന്നത് സാപ്പ് ഗ്രീൻ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോ ലീഫിൻ്റെയും കളർ അനുസരിച്ച് വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് യെല്ലോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ബേൺസി തന്നെ കൊടുക്കാം. അങ്ങനെ നമുക്ക് കളറിന് വേരിയേഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാപ്പ് ഗ്രീൻ തന്നെ മതിയെങ്കിൽ അങ്ങനെ മതി, എന്തായാലും കുഴപ്പമില്ല. ഒരു വാസ്ലിൻ തൂത്തിട്ട് തന്നെ വേണം എപ്പോഴും ക്ലേ നമ്മൾ മിക്സ് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നമ്മൾക്ക് ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് തന്നെ ആഡ് ചെയ്ത് നമ്മളതിൻ്റെ കളറ് നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് ആക്കിയെടുക്കണം. ഇത് നമ്മൾ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കവറിനകത്താക്കി വെച്ചോളണം. അപ്പോൾ സിപ്പ് ലോക്ക് കവറിലാക്കി നമ്മളത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാൻ. അതല്ലെങ്കിൽ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നത്. നമ്മളത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിലേക്ക് പതുക്കെ ഇങ്ങനെ എടുക്കുക. നമ്മൾ ലീഫിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മളെന്തിനെ ബ്ലേഡ് വെച്ചിട്ട് പതുക്കെ നിങ്ങൾ സാധാരണ ക്ലേയുടെ ലീഫ് എടുക്കുന്നവർക്ക് അറിയാം, സെയിം അതുപോലെ തന്നെയാണ്. പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, വെയിൻസ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ വെയിൻസ് ഇട്ടിട്ട് അതിനവിടെ താഴെ വെച്ച് നമ്മളൊരു ചെറിയ കമ്പി എടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കമ്പി ഇങ്ങനെ കുത്തി വയ്ക്കണം. അറ്റത്തോട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ തനിയെ സ്റ്റിക്ക് ആയിക്കോളും. ക്ലേ ഉണങ്ങുന്നതനുസരിച്ച് ആ കമ്പി അവിടെ സ്റ്റിക്ക് ആയിക്കോളും. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിനകത്ത് വേണ്ടത് ചെറിയൊരു പീസ് എടുക്കുക. വളരെ ചെറിയൊരു ഉണ്ട എടുത്തിട്ട് ഇതിനെ 3 സൈഡിലോട്ടും പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കണം. നിങ്ങൾക്ക് കാലിക്സ് വയ്ക്കാനാണ്. 3 or 4 ആയാലും കുഴപ്പമില്ല. സാധാരണ 3 എണ്ണമാണ് ഇത്. വാടാമല്ലിയുടെ നമ്മൾ കണ്ടേക്കണം 3 എണ്ണമാണ്. 3 എണ്ണം എടുത്തിട്ട് നമ്മളിതിൻ്റെ നടുക്ക് കൂടി ഈ കമ്പി കൊണ്ട് ഇങ്ങനെ, ഇത് അവിടെ വെച്ച് അധികം ഷേപ്പൊന്നും ആക്കണ്ട. നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ കാലിക്സ് വെച്ചിട്ട് ഇതൊക്കെ ഉണങ്ങാൻ വെച്ചേക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ചെയ്താൽ മതി. അതിന് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഗ്രീൻ തന്നെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് പിന്നെ സ്റ്റെമ്മിന് വെച്ച് കൊടുക്കണം. സ്റ്റെമ്മിൽ നമ്മളിങ്ങനെ ഇത് ഉരുട്ടി 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 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഈ പെയിൻറ്റൊക്കെ നന്നായി ഓരോന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ആ പെയിൻറ്റൊക്കെ നമ്മുടെ ഗ്രീൻ ഇതിലോട്ടൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വാടാമല്ലിയുടെ കളർ ഉണങ്ങി അത് കഴിഞ്ഞിട്ട് കാലിക്സ് വെച്ചിട്ട് അതും ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റെം വെച്ച് കൊടുക്കാൻ മതി. നല്ല ഭംഗിയിൽ വരും. പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പതുക്കെ ഉരുട്ടി കൊടുക്കാൻ മതി. തീരെ അറ്റം വരെ കൊടുക്കണം എന്നില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും കുത്തി വയ്ക്കാനുള്ളത് കൊണ്ട് എപ്പോഴും ഇവിടെ കമ്പിയായിട്ട് തന്നെ വിടണമായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അറ്റം വരെ ഒരിക്കലും അങ്ങനെ സ്റ്റെമ്മിൻ്റെ ക്ലേ കൊടുക്കേണ്ട ആവശ്യമില്ല. ലീഫിന് ശരിക്കും ഇത്രയും സ്റ്റെമ്മിൻ്റെ ആവശ്യമില്ല, ഒരു ശകലം മതി. ഇനി നമുക്കിതിലേക്ക് ലീഫ് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും ലീഫ് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കില്ല, ഇങ്ങനെ ചാടി ചാടി പോരും. പിന്നെ ഫുൾ ഡ്രൈ ആയി പോയാൽ തന്നെ നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഫെവിറ്റൈറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സ് അങ്ങനത്തെ ഗ്ലൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഹാഫ് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഈസിയാണ്. അതിനോട് കൂടി അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രൈ ആകുമ്പോൾ പിന്നെ അത് അനങ്ങില്ല, നല്ലോണം ഫിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്തിരുന്ന ആ സമയം നോക്കി നമുക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ചെയ്യാം. ഉണങ്ങി പോകണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്ത് നമുക്കതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലവറിൽ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റെമ്മിൽ 2 ഫ്ലവേഴ്സ്, 2 അല്ലെങ്കിൽ 4 അങ്ങനെ. ഇപ്പോൾ ഇത് ഞാൻ പഞ്ചായിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഫ്ലവർ ഫോമിൽ തന്നെ നമ്മൾ ചുമ്മാ കുത്തി കുത്തി വെച്ചിരിക്കുകയാണ്. ഓരോ പീസായിട്ട് ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരു ഫ്ലവറേ വന്നിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് ലീഫ് നമുക്ക് 2, 4 അങ്ങനെ സെയിം ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്കിപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ പോലെ തന്നെ നമുക്ക് തോന്നും. കുറച്ച് ഇപ്പം അത്ര എളുപ്പമെന്ന് ഞാൻ പറയില്ല. കാരണം കുറച്ചൊരു ക്ഷമയും കുറച്ച് സമയം എടുക്കും നമുക്ക്. കാരണം അതിനാദ്യം തന്നെ നമ്മൾ മജന്ത കളർ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്യുന്നതൊന്ന് ചെയ്ത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ ഫ്ലവേഴ്സ് ക്ലേ ഫ്ലവർ ചെയ്യണ പോലെ അല്ലെങ്കിൽ ലീഫ് എടുക്കുക. പിന്നെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. എന്തായാലും ക്ഷമിച്ചിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു, ഇപ്പം നമ്മളുടെ ടേബിളിൽ നമുക്ക് തന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണിത്. പക്ഷേ വന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും ഓർക്കും ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണെന്ന് വിചാരിക്കുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായില്ലേ ഇതിപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.
കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാവും ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ.